കുതിരവട്ടം എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടെങ്കിൽ എന്തെങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ഒരാൾ സംസാരിച്ച് അദ്ദേഹം നിന്നെ പിടിച്ച് കുതിരവട്ടം ഉണ്ടാക്കുന്നു പറയും. അരുണെ, നിങ്ങൾ ഈ നിയോജക മണ്ഡലത്തിന്റെ കോർ പ്രോജക്റ്റിലാണ് തൊട്ടിട്ടുള്ളത്. 5 വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മാസ്റ്റർ പീസ് പ്രോജക്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ കുതിരവട്ടമായിരിക്കും. 100 acres ലാൻഡാണ് അവിടെ. ഇപ്പൊ മാനസികാരോഗ്യം ഉള്ളവർക്ക് പോലും അവിടെ പോയി കഴിഞ്ഞാൽ അത് പോവും. ബാംഗ്ലൂരിലെ നിംഹാൻസ് മാതൃകയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല സെന്റർ ഓഫ് എക്സലൻസ് ആക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മാസ്റ്റർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് കോഴിക്കോട് ആർക്കിടെക്ട് കമ്മ്യൂണിറ്റിയെ വെച്ച് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, കാരണം അതിന് ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വലിയ റോളുണ്ട് അതിനകത്ത്. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെയും ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യണം. പിന്നെ നമുക്ക് ആധുനിക സൈക്കോളജി ടൂൾസ് ഉപയോഗിച്ച് ഒരു മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി അതിനെ മാറ്റണം. ഇപ്പം നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് നാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുംബൈയിൽ പോകുമ്പോൾ ഞങ്ങൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം ടിസാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. നമുക്ക് വേൾഡ് ക്ലാസ് സോഷ്യൽ വർക്കേഴ്സിനെ കിട്ടും, സൈക്കോളജിസ്റ്റിനെ കിട്ടും, സൈക്യാട്രിസ്റ്റിനെ കിട്ടും. അങ്ങനെ ഒരു 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 ഹാപ്പിനെസ് സെന്റർ ആക്കിയിട്ട് അതിനെ മാറ്റുന്ന ഒരു പ്രോജക്റ്റ് കോഴിക്കോടിന് മാത്രമല്ല, ഒരുപക്ഷെ അരുണിന്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ മലയാളി മുഴുവൻ ഇത് കേൾക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. ഇത് കേരളത്തിന് മൊത്തത്തിൽ സൗത്തിൽ നിന്ന് തരാനുള്ള ശുഭവാർത്തയാണ്. ഇത് കേരളത്തിലെ പ്രത്യേകിച്ച് പുതിയ തലമുറ IT ജനറേഷൻ ഭയങ്കരമായ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട്. അത് ഒരു രോഗമാകില്ല. നിങ്ങൾക്കതിന് കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിന് സൊല്യൂഷൻ തരുന്ന ഒരു സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് ഒരു മെൻ്റൽ ഹാപ്പിനെസ് സെൻ്റർ ആക്കിയിട്ട് നമ്മളതിനെ മാറ്റും.